ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചാനൽ മിസ്റ്റർ കുട്ടൻ ആൻഡ് ശിവാനി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അങ്കമാലി ഫെസ്റ്റിനാണ്. നമ്മൾ കിങ്ങിണി ഗ്രൗണ്ടിൽ നമുക്കിത് അങ്ങോട്ട് പോകാട്ടോ. കുറേ ഡെക്കറേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കയറി നോക്കിയിട്ട് എന്താ ഒരു ഫീലിങ്സ് എന്ന് പറയാട്ടോ. നേരെ വീഡിയോയിലേക്ക് പോകാം. ശിവാനി മാത്രമല്ല, ഇവിടെ ഞാനുണ്ട്. ശിവാനിയാണ് നമ്മുടെ മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നമ്മൾ അങ്കമാലി ഫെസ്റ്റിലേക്ക് കടക്കാണ് ഗൈസ്. നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ്. ഇവിടുത്തെ മരണം കിണറുണ്ട്, അതുകൊണ്ടാണ് ഈ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ റോബോട്ടിന്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കപ്പലണ്ടി കച്ചവടമൊക്കെ ഉണ്ട്. നമുക്ക് നേരെ അകത്ത് പോയിട്ട് എന്താ നോക്കാം കേട്ടോ. കൂടുതൽ വിശദീകരിക്കുക അകത്ത് പോയിട്ട്. ഇതിനകത്താണ് കയറാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് എത്തിക്കുന്നത് ഇവിടെ കുറെ അനിമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പാമ്പ് ഇടിക്കണ്ടിട്ട് ഗൈസ്, എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അപ്പൊ ഇവിടുത്തെ ചേട്ടനാണ് ഇത് എടുത്ത് കാണിക്കണേ. പുള്ളിക്ക് വെറുതെ പുഷ്പം പോലെ എടുക്കണേണ്. എവിടെയുള്ളവരോട്ടോ നിങ്ങൾ വളർത്തണേണോ? എന്താ പേരെന്താ? ഓക്കെ ഏട്ടാ, താങ്ക് യു ട്ടോ. പാമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുള്ളത് കുറെ കിളികൾ കേട്ടതാ. അവിടെ വലിയൊരു കിളി അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അമ്പാടിയാണ് ഒരു കിളിനെ അവന്റെ ചെവി കുത്തിയെടുത്താ ചെവി. അങ്ങനത്തെ എന്റെ ചേട്ടാ എടുത്തേണ്ട കിളീനെ. ചേട്ടാ ഇവിടെ ഒരു ചേച്ചി എന്തോ ഇത് എടുക്കട്ടെ. അപ്പൊ ഗൈസ്, പിന്നെ നമ്മൾ റോബോട്ടിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഹായ്. റോബോട്ടാണ് രണ്ട്. ഇങ്ങോട്ടേക്ക് വ്ളോഗർ മേടിച്ചു ഗൈസ്. ഗൈസ് എന്തോ ചെറുത് വേണമെന്നാണ് ചോദിക്കണേ. ശിവാനി എന്തോ കാണിക്കുന്നുണ്ട്. അത് കാണിക്കുന്നതിന് നമുക്ക് കാണിച്ചേക്കാം. ശിവാനിയുടെ അടുത്ത് ക്രഷ് അടിച്ച്. വരുമ്പോ മസ്റ്റ് ആയിട്ട് ഇത് നോക്കണം കേട്ടോ. ഇത് പൈസ കുറവാണൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. നമുക്ക് ഇതൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. ഓൾറെഡി വീട്ടിൽ ഒരെണ്ണം ഉണ്ട്, അതുകൊണ്ട് വാങ്ങിക്കാൻ ഉദ്ദേശമില്ല കേട്ടോ. ഒരു ഇതാണ് കേട്ടോ, നല്ല ഇതുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേബിൾ കണ്ണാടിയുള്ളത് കണ്ടോ. കണ്ണാടിയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കണ്ണാടിന്റെ ഇവിടെ കണ്ടോ ഫ്ലവറുകള്. ഇത് ഇവിടെ സൂപ്പറാണോ? പിന്നെ ഇതിന്റെ ഡിസ്കൗണ്ട് വരുന്നത് 60% ഡിസ്കൗണ്ട് വരുന്നത് കേട്ടോ. അങ്ങനെ ചെയറിന്റെ ഒന്നും ഡിസ്കൗണ്ട് ഇല്ല. ഇതാ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് എന്താന്ന് നോക്കാട്ടോ. പിന്നെ മസാജിങ് ആണ് ഗൈസ്. നമ്മൾ അവോയ്ഡ് ചെയ്തു ഗൈസ്. പിന്നെ കുറെ മാറ്റുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ വീഴണം. നല്ല സൂപ്പർ മാറ്റ്, ടേബിൾ മാറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോ ഇവിടെ വരുമ്പോ എന്തൊക്കെയോ ഉണ്ട് കുറെ. നമ്മുടെ കയ്യിൽ മസിലേറുമ്പോ ഇങ്ങനെ പിടിക്കുന്നതാ. പിന്നെ ഇത് എന്താന്ന് അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യാട്ടോ. ഇതെന്ന് പറയുമ്പോ എന്താണോ? അപ്പൊ ഇവിടെ ഇത്രയും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പുറത്തേക്ക് വരുമ്പോ കുറെ ഫോൺ കവറുകളാണ് ഗൈസ്. ഇവിടെ കുറെ നല്ല മനോഹരമായ ഫോൺ കവർ ഉണ്ട്. ഈ ഫോൺ കവറാണ് എൻ്റെ അമ്മയുടെ കയ്യിലുള്ളത് ഗൈസ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഒന്ന് നീങ്ങാം. പമ്പരോ? ഓ ഫാൻ. ഫാൻ
അത് മൊബൈലിന്റെ അടിയിൽ വെച്ചാണ് വർക്കാവും. മൊബൈലിന്റെ അടിയിൽ വെച്ചാൽ അങ്ങനെ പറക്കണ ഫാനും കണ്ടാന്ന് തോന്നുന്നു. ചാർജ് കയറ്റണതാന്ന് തോന്നുന്നു. ഒരാളവിടെ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നണം അങ്ങനെയാണ്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് ലഘു കൊണ്ട് കിട്ടാറ് ഇത് വാങ്ങിക്കാൻ ആരും മറക്കരുതട്ടാ. പിന്നെ അതാ നമുക്ക് സ്പിന്നർ ഉണ്ട്, കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ പാവകളുണ്ട്. ഇവിടെ അങ്ങനത്തെ തന്നെ സാധനങ്ങളാണ്. പിന്നെ ഇത് ഇവിടെ എന്തോ ഇതുണ്ട്, എന്തോ ഒരു കാർഡ് ഉണ്ട്. ഫോൺ കവർ വീണ്ടും വന്നു. ഇനി നമുക്ക് കുറേ ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ നമുക്ക് ഇത് നല്ല അവൈലബിൾ ആയിരിക്കും. കുറേ ആക്ടിവിറ്റീസ് ഉള്ള നല്ല രസകരമായ ബുക്കൊക്കെ ആണിട്ടത്. പിന്നെ അവിടെ കണ്ടോ വലിയ ബുക്ക് വരെ ഉണ്ട്. പിന്നെ നമുക്കൊരു ഹാൻഡ് ബുക്ക് കണ്ടോ. പിന്നെ നമുക്കൊരു ഡിക്ഷണറി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡിക്ഷണറി ഒക്കെ ഭയങ്കര അവൈലബിൾ ആയ സാധനങ്ങളാണ്. പിന്നെ ഇവിടെ ബുക്സ് ഉണ്ട്. പിന്നെ ഇവിടേക്ക് ഗൈസ് അപ്പോൾ ഇവിടെ നമ്മുടെ അനിമയായിട്ടുള്ള ടിൻടിനുണ്ട്, വൺ പീസ് ഉണ്ട്, ടിൻടിന് വേറെ ബുക്സ് ഒക്കെ ഉണ്ട്. ഗൈസ് മാങ്കയാണ്, ഡിമോസ്ലിയറിന്റെ മാങ്ക, പിന്നെ യുവർ നെയിമിന്റെ മാങ്ക, പിന്നെ ഡിമോസ്ലിയർ, പിന്നെ ബ്ലൂ ലോക്ക്, എല്ലാത്തിൻ്റെ മാങ്ങയുണ്ട്. സോളോ ലിവിൻ്റെ ഉണ്ട്. ജസ്റ്റ് 150 രൂപ ഗൈസ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ മൈ ഹീറോ, പിന്നെ ഡ്രാഗൺ ബോൾ സിയുടെ കോമിക് ബുക്ക് ആണ് ഗൈസ്. ഇതൊക്കെ കോമിക് അല്ല ശിവ, മാങ്ക കോമിക് ബുക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. 150 രൂപയുള്ള ഗൈസ്. നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇതായിരിക്കും. വേണമെന്നുള്ളവര് വേഗം കിങ്ങിണി ഗ്രൗണ്ട് അങ്കമാലി ഫെസ്റ്റിന് വരിക, വാങ്ങിക്കുക കേട്ടോ. നല്ല മനോഹരമായ സ്റ്റോറീസ് ആയിരിക്കും കേട്ടോ ഗൈസ്. നമ്മൾ ആ സൈഡ് കഴിഞ്ഞ് ഈ സൈഡിലേക്ക് വരുമ്പോൾ കുറേ ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല കളർഫുള്ളായ പേജസ് ഒക്കെ ഉണ്ട്. ഇത് ഒരു ബുക്ക് തന്നെയാണ്. കുറേ നാഗസ്, രാവൺ, റാം, സിദ്ധ എന്നൊക്കെ പറഞ്ഞ് കുറേ ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇത് 150 രൂപയ്ക്ക് അവൈലബിൾ ആയിരിക്കും ഗൈസ്. നമുക്കിത് 9-ാം തീയതി വരുള്ളൂ. ഇനി ഇപ്പം കാണുന്നവർ വേഗം വരിക, മറക്കരുത് കേട്ടോ. വേണമെന്നുള്ളവരൊക്കെ വേഗം വരിക ഗൈസ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ബുക്ക് ഉണ്ട് ഇവിടെ. യു ക്യാൻ വിൻ, പിന്നെ റോക്ക് പേപ്പർ സിസർ, പിന്നെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, ഗോഡ് ഓഫ് ഫ്യൂറി, ഹാരി പോട്ടറിൻ്റെ ഒരു ചെറിയ ബുക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ ഗുഡ് ഗേൾ ആൻഡ് ബാഡ് ബ്ലഡ്. പിന്നെ ഇതൊക്കെ കാണിച്ചു തന്നെ നമ്മുടെ ഇവിടുത്തെ ചേട്ടനായ അമ്പാടി ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഒരുപാട് വൺ പീസിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോരെ. മാങ്ക ഫാൻസിനൊക്കെ അടിപൊളിയാണ്. പിന്നെ അമ്പാടി മാത്രമല്ല, നമ്മുടെ ഗിരീഷ് മച്ചാനുണ്ട്. ഗിരീഷ് മച്ചാനാണ് ക്യാമറമാൻ. കുറച്ച് നേരത്തേക്ക് മാത്രമേ ഞാൻ എടുക്കണമെന്നുള്ളൂ, ബാക്കിയെല്ലാം ഗിരീഷ് മച്ചാനാണ്. പിന്നെ ഇവിടെ നമ്മുടെ ചെടി വിത്തുകളും കാര്യങ്ങളാണ്. സാധനങ്ങളുണ്ട്. തൈലവും അങ്ങനെ കുറേ ഹെർബലിൻ്റെ ഡാൻഡ്രഫൊക്കെ പോലുള്ള കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. തൈലങ്ങളും അങ്ങനെ കുറേ എന്തോ ബാമും കാര്യങ്ങളാണ്. നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാൻ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ കീച്ചെയിനും ലോക്കറ്റ്സും ഉള്ള മാലകളും ഇങ്ങനെ തലയിൽ വെക്കണ പുറത്തും കുറേ റിബണും പോലെ പുഷും ഉണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരു ചെവി വയ്ക്കുന്ന സാധനമാണ്, മങ്കിക്കാപ്പ് പോലെ. പിന്നെ ഇവിടെ കുറേ പിള്ളേർക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. ശിവാനി എന്താ നോക്കിക്കൊണ്ടിരിക്കാണ്. ശിവ വാങ്ങണ്ടോ? പോപ്പിറ്റ് ബാഗ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഏകദേശം ഒരു 10-ാം തീയതി വരെയുള്ള അങ്കമാലി ഫെസ്റ്റ്. ശിവാനി ലൊക്കേഷൻ പറഞ്ഞോടത്തെ. ലൊക്കേഷൻ വരുന്നത് അങ്കമാലി കിങ്ങിണി ഗ്രൗണ്ടിൻ്റെ അടുത്താണ് വരുന്നത്. അതാ നല്ല കളർ. നിങ്ങൾക്ക് കമ്മൽ വേണമെന്നുള്ളവരാണെങ്കിൽ നേരെ ഇവിടേക്ക് വരണം കേട്ടോ. കമ്മലുകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞ കളക്ഷൻ നല്ല കളർഫുൾ കമ്മലുകൾ കണ്ടോ. കണ്ടോ നല്ല വെറൈറ്റി
പിള്ളേർക്ക് പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ശിവാനി. ആ അത് തന്നെ, പിള്ളേർക്കൊക്കെ എല്ലാവരും ഉണ്ട്. പിള്ളേർക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കും, എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ നീ കൊച്ചല്ലേ? ഞാൻ വാങ്ങിക്കാനായിട്ട് ഒരു ഇതില്ല. വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ്. കണ്ടോ കുറേ ടിന്നുകളും പാത്രങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടോ കയ്യില് കത്തിയും നല്ല സൂപ്പർ കത്തി കാര്യങ്ങളാണ് ഗൈസ്. പിന്നെ നമ്മുടെ അരിവാളൊക്കെ പോലത്തെ എന്തോ ഉണ്ട്. കണ്ട നമുക്ക് കശുവണ്ടി അതൊക്കെ വറുത്തിടണമെങ്കിൽ ഇതാവും. ഇങ്ങനത്തെ കുഞ്ഞി ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ദോശ ഉണ്ടാക്കണ പാൻ ചട്ടിയും ഒക്കെ കുറേ കറി വെക്കുന്നതൊക്കെ ചട്ടികളുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ബലൂൺ ഇതാക്കണ്ട പിന്നെ ചായ ഗ്ലാസ് ഉണ്ട്, കുറേ ചായ ഗ്ലാസ് ഉണ്ട്. പല വെറൈറ്റി കളറിൽ ഇപ്പോഴത്തെ ഭയങ്കര വെറൈറ്റി കളറിലുള്ള ചായ ഗ്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. വാച്ചുകൾ വേണം എന്നുള്ളവർ ഉടനടി ഇവിടേക്ക് വരും കേട്ടോ. നല്ല വാച്ചുകളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ മടക്ക് വാച്ച്, ഇങ്ങനത്തെ വാച്ച് ഉണ്ട്. പിന്നെന്താ പിന്നെന്താ കൂളിംഗ് ഗ്ലാസ് ഉണ്ട് കേട്ടോ. കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. റാഡോന്റെ ഒക്കെ ഫസ്റ്റ് കോപ്പി ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടേക്ക് കളർ ഐറ്റംസ് ആണ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. മക്കൾ രണ്ടുപേരേക്ക് വായോ വരൂ ഇവിടെ. നമ്മുടെ യൂട്യൂബിലുള്ള പിന്നെന്താ ചേച്ചി അടുത്തോട്ട് ഇവിടെ നിന്ന് എടുത്തു. ആ മക്കൾ 5 പേരും കൊടുത്തിക്കാമോ? മക്കളെ നിങ്ങൾ ഓൾറെഡി എന്നെ അറിയത്തില്ലേ? കുറച്ച് പേർക്കെങ്കിലും അറിയാം. സ്കെച്ച് പേന എടുക്കുക, ഇതിനകത്തേക്ക് നമ്മൾ പേന ഡയറക്റ്റ് വെച്ച് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ബലൂൺ ഊതാൻ അറിയാമോ? എല്ലാവർക്കും അറിയാം. ബലൂൺസ് ഊതുന്നത് പോലെ നമ്മൾ ചിത്രങ്ങൾ വെക്കാൻ ജസ്റ്റ് ബ്ലോ ചെയ്ത് കൊടുക്കുക, ഊതി കൊടുക്കുക. പേന തരുമോ മക്കളെ? സ്കെച്ച് പേന, നോർമൽ പേന കുട്ടികൾക്ക് വേണ്ടി കളക്ട് ചെയ്യുക. ഇതൊരിക്കലും നമ്മൾ കളയാണ്ട് വെക്കുക. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് +2 വരെ അസൈൻമെന്റുകൾ, പ്രൊജക്റ്റുകൾ, ഡിസൈനിങ് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് എവിടെ വേണമെങ്കിലും പടങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ തകരമാണ്, തകരത്തിലാണ് അതിന് ചെയ്തേക്കുന്നത്, മാഞ്ഞു പോവില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വേണം? പെർമനന്റ് മാർക്കർ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഈ പാക്കറ്റിന്റെ ഉള്ളിൽ ഇതുപോലുള്ള 2 പേനയുണ്ട്. നിങ്ങൾക്ക് 2 പേർക്ക് യൂസ് ചെയ്യാം. സ്കെച്ച് പേനകളുണ്ട്, പടങ്ങളുണ്ട്. നമ്മൾ ഇത് യൂട്യൂബിലും ഇൻസ്റ്റയിലും നമ്മൾ കൊടുക്കുന്ന റേറ്റ് 270 ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുപോകാം 200 രൂപ. ലൈഫ് ലോങ് റീഡ് ചെയ്ത് യൂസ് ചെയ്യാം. പെയിന്റിങ് ചെയ്യാം, പടം വരയ്ക്കുന്ന പ്രോഡക്റ്റാണ് സാർ. ഇത് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ സാറേ വലത്തേക്ക് വേണ്ട ഇങ്ങോട്ട് നിൽക്ക്. ഹാപ്പി അല്ലേ രണ്ടുപേരും? ഒന്നും കൂടി കാണിച്ചു തരണോ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ നമ്പർ നമ്മൾ നിലവിൽ കുറേ ആമയുടെ പാവകള്, നമ്മുടെ കണ്ടില്ല. പിന്നെ അതാ തൊപ്പികളുണ്ട് കേട്ടോ. മാറ്റ് ഇതാ നല്ല കളർഫുൾ പാവകളുണ്ട്. പിന്നെ ഇതാ ഇവിടെ ടിന്നുകളുണ്ട്. ഇതാ കുഞ്ഞു ടിന്നും നമ്മളിതാ ഇങ്ങനെ കാണിക്കണ ഇങ്ങനെ ഇതൊക്കെ ഒഴിക്കുന്ന അത്യാവശ്യം സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ, എല്ലാവരും വാങ്ങിക്കുക. ഒന്നും കൂടി ഞാൻ ലൊക്കേഷൻ പറയാം. നമ്മുടെ അങ്കമാലി കിങ്ങിണി ഗ്രൗണ്ടാണ്. അങ്കമാലി നഗരസഭയുടെ അടുത്ത് കിങ്ങിണി ഗ്രൗണ്ടിലാണ് നടക്കുന്നത് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 10-ാം തീയതി വരെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. കുറേ സ്ക്രൂ ഡ്രൈവറും നമുക്ക് പണിക്ക് പറ്റിയ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. കത്രിക, നെയിൽ കട്ടർ. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യണം. പ്രിന്റിങ് കണ്ട ഇങ്ങനെ കാണിക്കണ പെൻസിലുകളും പേനയും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ ആനിമൽസ് ഉണ്ട്.
പിന്നെ ഇതാ റിങ്സ്, മോതിരങ്ങളുണ്ട് കേട്ടോ, കുറേ മോതിരങ്ങളുണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ കുറേ ഇതെങ്ങനെയുണ്ട് കണ്ടോ, കുറേ ലോക്കറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ. ഇൻഫിനിറ്റിയുടെ റോസ് എല്ലാ ടൈപ്പ് മാലയുണ്ട് ഇവിടെ. പിന്നെ ശിവാനിക്ക് ഇഷ്ടപ്പെട്ട ബാർബി അല്ല ശിവ? അതായത് ഇങ്ങനെ നമ്മളുടെ ഇത് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടാവും, അത് നമ്മളിങ്ങനെ കയ്യിൽ പതിപ്പിക്കണം. അതാണ് സാധനം. പിന്നെ പേപ്പർ സോപ്പ് ഉണ്ട്, കുറേ പൗച്ചും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ഹാൻഡ് ബാഗ് പോലത്തെ ഇത്, വിഷറി, തോക്ക്, ലിപ്സ്റ്റിക്കിൻ്റെ റബ്ബർ, പെൻസിൽ, യൂണിക്കോണിൻ്റെ ഇത്, പേന. ചേട്ടൻ്റെ അടുത്ത് താങ്ക് യു പറ. അയ്യോ, ഇത് പ്രിന്റ് എടുത്തത് മാറിപ്പോകും. അവിടെ ഹൽവകളൊക്കെ ഉണ്ട് കേട്ടോ. മിൽക്ക് ഹൽവ, അരി ഹൽവ, ഡ്രൈ ഫ്രൂട്ട്സ് ഹൽവ ഉണ്ട്. മിൽക്ക് ഹൽവ പഴയ നമ്മളപ്പോൾ ഇവിടുന്ന് അലുവ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ തോന്നുന്നു. നിങ്ങൾക്ക് പഴയകാല മിഠായികൾ ഓർമ്മയുണ്ടോ കഴിച്ച? നമ്മുടെ നാരങ്ങ മിഠായി, പലതരത്തിലുള്ള മിഠായികളൊക്കെ ഉണ്ട് കേട്ടോ. പമ്പര മിഠായി, പുളി മിഠായി, അങ്ങനെ കുറേ മിഠായികളൊക്കെ ഉണ്ട് കേട്ടോ കഴിച്ച. മെയിനായിട്ട് നമ്മുടെ പഴയകാല മിഠായികൾ. പഴയകാല മിഠായിൽ അപ്പം പഴയകാല മിഠായികൾ. ശിവാനി അതിന് മിഠായി കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുള്ളത് മിഠായി അല്ല, ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തിലുള്ള മിഠായികളാ. തേൻ മിഠായി, നമ്മുടെ സിഗരറ്റ് മിഠായി, പേട, കല്ല് മിഠായി. കല്ല് മിഠായി ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് ഒരെണ്ണം കടിച്ചേന്ന് അറിയണം, പല്ല് ഇളകി പോയുണ്ട്. എന്താ വീണ്ടും ഒരു ഇതൊക്കെ ഉണ്ട്. പല തരത്തിൽ കളർഫുള്ളായ മിഠായിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ജെല്ലി മിഠായി, ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഏകദേശം ഒരെണ്ണമൊക്കെ കഴിക്കണം. ഇതൊക്കെ കണ്ട, നിങ്ങൾ വരുമ്പോൾ മസ്റ്റായി ഇതിന് ഏതെങ്കിലും ഒരെണ്ണം കഴിച്ചില്ല കേട്ടോ. പേട, വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട്. നമുക്ക് കുറേ നമ്മുടെ വീടിന് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യത്തിന് ഫോട്ടോസ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ 5D ഫോട്ടോസ് ആണ് കേട്ടോ. പിന്നെ അച്ചാറ്, പല ടേസ്റ്റി അച്ചാറാണ് ഇതൊക്കെ. നമ്മുടെ വെളുത്തുള്ളി അച്ചാറ്, അങ്ങനത്തെ പല ഇഞ്ചി അച്ചാറ്, അങ്ങനെ കുറേ അച്ചാറുണ്ട്. പാലക്കാട് പഞ്ചിക്ക് മനസ്സിലായില്ലല്ലോ ഇതിലേക്ക്. സോളാറിന്റെ ഇതുണ്ട്. ഇവിടെ ഐസ്ക്രീംസ് ഉണ്ട്. ഐസ്ക്രീം ഉണ്ട്. ശിവാനിയുടെ അമ്മ ഒന്ന് തന്നോട്ടുള്ള ഇവിടെ ഒന്നുമില്ല. പകരം നമുക്കിവിടെ ശിവാനിനെ പിടിച്ചെടുത്താം ഗൈസ്. ശിവാനി അവിടെ പോയിരുന്നോ? നമ്മുടെ ഹോട്ട് വീൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതില്ലാന്ന് പറയണ്ട. പിന്നെ ഇതൊരു കുഞ്ഞി ക്യാമറ ഉണ്ട്. ഗൈസ് ഇവൻ 4000 രൂപയ്ക്ക് 40 കാർ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ചേട്ടാ ഫാൻ എത്രയാ? 280 ഗൈസ് 280 ആണ് ഫാനിന്. നമുക്കൊരെണ്ണം ആവശ്യമുണ്ട്. നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട് ഗൈസ്. ഇതിപ്പോ ഞെക്കി കഴിഞ്ഞതാണോ? ചൂടെടുക്കണ്ട, ഇപ്പൊ ചൂട് നിന്ന് ഫാമിലിയിലുള്ള പാവാന്ന് പറയുന്നുണ്ട്. നല്ല ഇതാണ്ട് അത്തറുകളാണിട്ടത്. ഇപ്പൊ തന്നെ മണ അടിക്കണ്ട. അപ്പൊ പിന്നെ നമുക്കത് വാങ്ങിച്ചു. പോപ്കോൺ, ചീസ്
വേണം. ചില്ലി ഉണ്ട്, ടൊമാറ്റോ പോപ്കോൺ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട് പാചകവാതകം. ഇതൊക്കെ ആരുടെ നമ്മൾ പഠിക്കുന്നു. ഗൈസ് ഇവിടെ വരച്ച തന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ കുറേ ചേച്ചി ഇപ്പൊ അതെ രാജി ടീച്ചറാണ്. കോൺടാക്ട് നമ്പർ ഇവിടെ താഴെ ഉണ്ട് കേട്ടോ. ചിത്രമാർ ആർട്ടിസ്റ്റ് ടീച്ചറാണ് കേട്ടോ ഇത്. ഗൈസ് ആ ചേച്ചി വരച്ച പടങ്ങളാണ്. ഇതൊക്കെ എന്ത് പിള്ളേരാ? ചേച്ചിയല്ല ടീച്ചർ. ഒരു വീഡിയോ സീഡ്സും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. സീഡാണ് കേട്ടോ. നമ്മുടെ പംകിൻ സീഡ്, ബദാം, കാഷ്യൂ നട്ട്സ്, ജെല്ലി മിഠായി, ചെറി, പിന്നെ അതാ കുറേ സീഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ ഇത് നെല്ലിക്ക, കാന്താരി സിറപ്പ്, നെയ്റ്റുകളുണ്ട്. വീണ്ടും കുറേ കറുമുറകളുണ്ട് കേട്ടോ. അച്ചാറും കറുമുറ ഇവിടെ അച്ചാറ് കണ്ടോ, നല്ല അച്ചാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പിണ്ടി അച്ചാറും അങ്ങനെ വെളുത്തുള്ളി ലെമണിൻ്റെ ഒക്കെ അച്ചാറുണ്ട്. മാറ്റ് ഗൈസ് ഇവിടെ മുളക് ബജി, മുട്ട ബജി അതെല്ലാം ഉണ്ട്. പിന്നെ അത് മാത്രമല്ല പാനിപ്പൂരി ഉണ്ട്, പിന്നെ വേറെ മസാല. അത് വേണ്ട. ഗൈസ് നൂഡിൽസ്, ഫ്രൈഡ് റൈസ് ഉണ്ട്. പിന്നെ നമുക്ക് അപ്പുറത്ത് കുലുക്കിക്കട ഉണ്ട്. ജ്യൂസ് ഉണ്ടോ. പിന്നെ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങി റൈഡിലേക്ക് പോവാം കേട്ടോ. ഗൈസ് ഇനി അപ്പൊ റൈഡിലേക്ക് പോവാം. ഇനി ഞാനാണ് വ്ളോഗ് ചെയ്യാൻ പോണ ഗൈസ്. ഞാൻ വരുന്നു. ഗൈസ് ഇതൊരു ഗെയിമാണ്. ഇവിടെ നിൽക്കണവര് റിങ് ഇതിലെറിഞ്ഞാ അപ്പൊ അത് അവർക്ക് കിട്ടും. ഇതുവരെ ആർക്കും കിട്ടിയില്ലെന്നാണ്, വെറുതെ പൈസ പോയതുകൊണ്ട്. ഗൈസ് ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാല് എന്ത്രൂഞ്ഞാല് കാണാം, പിന്നെ റൗണ്ടിൽ ഇറങ്ങണം ചോട്ടാ ഭീമിനെ കാണാം. ചോട്ടാ ഭീം ഗൈസ് അപ്പൊ നമ്മുടെ കൂടെ അമ്പാടി എറിയുണ്ട്. ഓ ഒന്നാമത്തെ കൊണ്ടില്ല. രണ്ടാമത്തെ കൊണ്ടില്ല, ജസ്റ്റ് മിസ്സിന് പോയി. ഓ അതും പോയി. പൈസ എടുത്തതിനും ഓ കിട്ടിയില്ല ഗൈസ്. അടുത്ത നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓ മിസ്സാക്കി ഗൈസ്. 50 രൂപ പോയി ഗൈസ്. ഒരെണ്ണം കൂടി ഉണ്ട് ഗൈസ്, ഒരെണ്ണം കൂടി ഉണ്ട്. മിസ്സായി പോയി ഗൈസ്, മിസ്സായി പോയി ഗൈസ്. വീണ്ടും അറിയാണോ അവര്. ഒരെണ്ണം കിട്ടി ഗൈസ്. ഫ്രൂട്ടി കിട്ടി. എനിക്ക് കയ്യത്തല്ല ഞാൻ കണ്ടത്. ഒരു ഫ്രൂട്ട് കിട്ടി ഗൈസ്. ശിവാനി ഹാപ്പിയാണോ? കിട്ടിയില്ലെങ്കിലും
പിന്നെ നമ്മളിനി റൈഡിലേക്കാണ് പോകാൻ പോണത് ഗൈസ്. അപ്പൊ ഡൂം തിയേറ്ററിലേക്ക് കയറാൻ പോണ്. അടുത്തായി വന്നിരിക്കുന്നത് നമ്മള് പ്രൊജക്ടറാണ്. പറയുന്നത് നമുക്ക് എന്താ പ്രൊജക്ടർ നോക്കാം ഫ്രൂട്ടി അത് ഗൈസ്. അപ്പൊ നമ്മൾ കയറാൻ പോണ്. ഓ പൊളി സാധനം. ഇവിടെ നിൽക്കാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ. ഗൈസ് ഒരു റൈഡ് പോലെ പോണല്ലേ. ഗൈസ് ഇത് പൊളിയാണ്. ഗൈസ് കൂടാന്ന് എല്ലാരും പേടിച്ചു പോയി. ഗൈസ് നമ്മളൊരു റൈഡ് പോണോലുണ്ട്. ടെമ്പിൾ റൺ കളിക്കണോലാണ് ഗൈസ്. കൊള്ളാം ഗൈസ്. വേറെ റൈഡിലോട്ട് പോകണം. ശിവാനി എങ്ങനെയുണ്ട്? വേറെ ഇതുണ്ട്. അടിപൊളിയാണ് ഗൈസ്. ഒരു വിഷ്വൽ എഫക്റ്റ് തന്നെയാണ്. താഴെ കാണിച്ചു കൊടുത്തേ. നമ്മളിതാ മണ്ണിലേക്ക് ഗൈസ് ഈ കുട്ടിയൊക്കെ പേടിച്ചിരിക്കാണ്. പേടിച്ചാ ഞാനിവിടെ നിൽക്കുമ്പോ തന്നെ അവിടെ അല്ല ഇവിടെയാ. ഗൈസ് അടിപൊളി റൈഡാണ്. നല്ല രസമുണ്ട് ഗൈസ്. ആരും മിസ്സാക്കരുത്. അമ്മാതിരി അടിപൊളി സാധനമാണ്. അയ്യോ അയ്യോ സംഭവം പേടിച്ചിരിക്കണം. അമ്പാടി ഗിരീഷ് എങ്ങനെയുണ്ട്? ശിവാനി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല രീതിയിൽ കളിച്ചിട്ട് പേടിയൊക്കെ തോന്നണം. പക്ഷെ അത് സൂപ്പറാണ്. ഓ പൊളി പൊളി പൊളി. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഗൈസ് ഇതൊരു കിട്ടുന്ന എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഗൈസ് നമ്മൾ ഇന്റർസ്റ്റെല്ലാറിൽ പോണവരുണ്ട്. സ്പേസിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാലത്ത് എല്ലാവരും ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാം. അതെനിക്ക് പറയാനുള്ളൂ. ശിവാനി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഒരു കാണുമ്പോ ഒരു എന്തോ മാതിരി തോന്നും കേട്ടോ. നല്ല രസമാണെന്നൊരു ഇതുപോലെ എന്തോ ഒരു തലയ്ക്ക് എന്തോ ചുറ്റു പോലെ തോന്നും കേട്ടോ ഗൈസ്. നിങ്ങളത് ഉറപ്പായിട്ടും കാണണം. അപ്പൊ നിങ്ങൾക്കും മനസ്സിലാവും എന്താണ് നടന്നതെന്ന്. എനിക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നല്ലൊരു ഇതായിരുന്നു. പേടി ഗൈസ് നമുക്ക് കിട്ടിയ പാസിൽ എന്ത്രൂഞ്ഞാലും ഈ ഇതിലും കയറാൻ പറ്റില്ല. നമ്മളപ്പോൾ കിട്ടിയ പാസിലുള്ളതിലെ കയറണം. നമ്മൾ അടുത്ത ദിവസം ഇത് എക്സ്പ്ലോർ ചെയ്യൂട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ 4 റൈഡിലാണ് ഫ്രീ ആയിട്ട് കയറാൻ പറ്റുള്ളൂ. നമ്മളപ്പോൾ ഡൂം തിയേറ്റർ കഴിഞ്ഞു. ഇനിയും ഡ്രാഗൺ ട്രെയിൻ, പിന്നെ വെൽ ഓഫ് ഡെത്തും ബ്രേക്ക് ഡാൻസും. ഗൈസ് ഡ്രാഗൺ ട്രെയിൻ കയറാൻ പോകുന്നു. ഗൈസ് അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഇതിലാണ്.
എല്ലാവരും ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഗൈസ് അപ്പൊ പയ്യെ സ്റ്റാർട്ട് ചെയ്തു. നമ്മള് പോവാണ്. ഗിരീഷേ നോക്കിയേ എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാരും പിടിച്ചിരുന്നോ? ഗൈസ് ശിവാനി നോക്കിയേ എങ്ങനെയുണ്ട്? ശിവ ശിവയൊക്കെ എന്റെ ഫ്രണ്ടിലാണ്. ഞങ്ങൾ പാസി കയറാനാണ് പയ്യ, വലിയ കാര്യമായിട്ട് ഓടിക്കണില്ല. മിക്കാറും ഇവിടുന്ന് വീഴാൻ പോകാൻ സാധ്യത. എങ്ങനെയുണ്ട്? ആ ഈ വളവ് വരുമ്പോ സീനാണ്. സീനായി ഇവിടെ വളഞ്ഞു തുടങ്ങി. ശിവാനിയാണ് പേടിച്ച് ഗിരീഷേ തെറ്റല്ലേ? ഗിരീഷിന് ഇഷ്ടപ്പെട്ടു. അമ്പാടി ഭയ്യയുടെ അടുത്ത് നിർത്താൻ പറയണമെന്നുണ്ട്. ഭയ്യ നിർത്ത് ഭയ്യ. ഗൈസ് അപ്പൊ നമ്മുടെ ട്രാക്കുള്ള റൈഡ് കഴിഞ്ഞു. ആകാശഭയങ്കരമായ മദ്മിക്കിനാറുണ്ടല്ലോ, ആത്മിക്കാനുള്ള സമയമാകുന്നു. ഇനി ആടുന്നുണ്ടെങ്കിലൊന്നും വേഗം ഗൈസ് നമുക്ക് പാസ് ഉണ്ട്. പാസ് വെച്ചാൽ നമ്മൾ കയറാൻ പോകണം. അല്ലല്ല പിള്ളേർക്ക് ഗൈസ്. അപ്പൊ നമ്മള് മരണക്കിണറിലേക്ക് എത്തി ഗൈസ്. ഇനി അവരും കൂടി വന്നാ മതി. നമ്മളെ ഏറ്റവും മേളിൽ പോളോ നമ്മളിവിടെ ഗൈസ്. ഈ ചേട്ടൻ പൊളിയാണ്. പുള്ളി കിഡലിനായിട്ട് മിമിക്രി ചെയ്യും. സൂപ്പറാണ്. ഇതിപ്പോ പറയും പുള്ളി. പുള്ളി പറയുന്നതാണ് ഗൈസ്. ഗൈസ് അപ്പോൾ അത് വേറെ കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട് ട്രാക്കുകളിൽ. ഗൈസ് ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. നമ്മുടെ യന്ത്രൂഞ്ഞാലും ഗൈസ് ഫ്രണ്ടിലേക്ക് കണ്ടൊക്കെ പേടിച്ചു തുടങ്ങി ഗൈസ്. ഗൈസ് അവരൊക്കെ അപ്പുറ സൈഡിലാണ്. ശിവാനി അവിടെ ഉണ്ട്. ശിവാനി അവിടെ ഇരിക്കുകയാണ്. ഗിരീഷ് ഇതേ അമ്പാടി ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ തിരിച്ചു പോകാൻ പോകണം അവിടേക്ക്. ഗൈസ് അപ്പോൾ ഞാനും ശിവാനിയാണ് ഈ വ്ളോഗ് ചെയ്യണേ. ഞങ്ങൾ കൊളാബ് ചെയ്തിട്ടാണ്. ശിവാനിയുടെ യൂട്യൂബ് നെയിം പറഞ്ഞു ശിവ. സവിത പ്രമീസ് എന്നാണ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ ശിവാനി ബ്ലോഗറിൽ നിന്ന് പഠിച്ചാലും കിട്ടും കേട്ടോ. ശിവാനി ബ്ലോഗറിൽ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. മിക്കവാറും കുറേ പോകണ്ടായിരിക്കും. അതുകൊണ്ട് സവിത പ്രമീസ് ആയിരിക്കും എളുപ്പം. സവിത പ്രമീസിന് സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഒരു പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. മരണക്കിണറ് ഇതുവരെ ഇവിടെ
ഗൈസ് ഇപ്പൊ തന്നെ വരുന്ന ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതെന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അല്ല ശിവ? ഗൈസ് അപ്പം മരണക്കണത് തുടങ്ങാൻ പോണം. ഒരു ബൈയാണ് ഓടിക്കണം. അപ്പം ബയ്യ വരാണ് തുടങ്ങാൻ പോണ്. ശിവാനിയൊക്കെ പേടിച്ചിരിക്കുകയാണ്. ഭയന്നാ ഗൈസ്. അപ്പൊ അവിടെ ഒരു പൈസ കൊടുക്കാൻ നിൽക്കുന്നത്. പൈസ പയ്യ വാങ്ങിച്ചു ഗൈസ്. അങ്ങനെ ബയ്യ സ്റ്റോപ്പാക്കി. ബയ്യ നമുക്ക് കാറിൻ്റെ ഷോ തന്നില്ല. അടിപൊളിയായിരുന്നു ബയ്യയുടെ സ്റ്റണ്ട്. ഗൈസ് അപ്പോൾ 3 പേരാണ് ഇതിൽ ഈ ഭരണഘടനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇത് വമ്പൻ പരിപാടി ആയിരിക്കും ഗൈസ്. ഒപ്പം കാറുണ്ട്, തീ ആയിരിക്കും. അപ്പോൾ അതേ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ശിവാനി ഇവിടെ വന്നിട്ടല്ലേ? പേടിച്ചാ? ശിവാനി പേടിച്ചു ഗൈസ്.
പയ്യെ ടാറ്റയൊക്കെ പറഞ്ഞ് സ്റ്റോപ്പാക്കാണ്. ഗൈസ് നമ്മുടെ അങ്കമാലി ഫെസ്റ്റിൽ നമ്മൾ കയറേണ്ട അത്ര റൈഡിലൊക്കെ കയറി നമ്മളൊന്ന് അവിടെ ഇത്രയും മൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. നമുക്ക് ലാസ്റ്റ് മരണക്കിണർന്ന് അപ്പൊ ഗൈസ് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണാം. നിങ്ങളിപ്പോൾ ആദ്യം കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യണം. പിന്നെ സവിതാ പ്രമീഷ് ആൻഡ് മിസ്റ്റർ കുട്ടൻ. ഓക്കെ ബൈ.